അണയാത്ത ഒരു അഗ്നിയായി കത്തുവാൻ നിന്റെ അഗ്നിയെ എൻ്റെ മേൽ പകരണമേ. വാസ്തവമായും ഇതൊരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയായി പരിണമിക്കേണ്ടത് ആവശ്യമാണ്. ഈ തീ മറ്റൊരു തീയല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ്. ആർക്കും അണയ്ക്കുവാൻ കഴിയാത്തതും നമുക്ക് മാത്രം നഷ്ടപ്പെടുത്തുവാൻ കഴിയുന്നതുമായ അഗ്നിയാണ് ദൈവം പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി. ഈ തീ സത്യദൈവത്തെ വെളിപ്പെടുത്തുന്ന അഗ്നിയാണ്. ഒരിക്കൽ ഏലിയാവ് കർമ്മേൽ പർവ്വത നിരകളിൽ ഇരുന്നു കൊണ്ട്, യഹോവേ, ഇസ്രായേലിൽ നീ തന്നെ ദൈവമെന്ന് തെളിയിക്കേണ്ടതിന് ആമേൻ ഒരടയാളം ചെയ്യണമേ എന്ന് ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ബാലിന്റെ 450 പ്രവാചകന്മാരുടെ നടുവിൽ, ഇസബേലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരുടെ നടുവിൽ, ഹാഗാവിന്റെയും ഇസബേലിന്റെയും മധ്യയിൽ തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം അവിടെ പ്രവർത്തിപ്പാനിടയായി. സ്വർഗത്തിലെ ദൈവം തന്റെ അഗ്നിയെ ഏലിയാവിന്റെ യാഗപീഠത്തിന്റെ മേൽ അയച്ചു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, യാഗവസ്തു കത്തി ചാമ്പലായി തീർന്നു. ആ യാഗപീഠത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി അടിയിലൂടെ ഒഴുകിയിരുന്ന വെള്ളവും വറ്റിപ്പോകുവാനിടയായി. ഇത് കണ്ട് ജനം കവന്നു വീണുകൊണ്ട് പറയുകയാണ്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അത് സത്യദൈവമായ യാവയാണ്, യഹോവയായ ദൈവമാണ്. അതെ, ഒരിക്കൽ ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഈ അഗ്നിയെ കർമ്മേൽ ആ പർവ്വത നിരകളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ കാരണം കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം തിരിച്ചറിഞ്ഞു സത്യദൈവം, ജീവനുള്ള ദൈവം യഹോവ എന്ന്. ഈ സത്യദൈവത്തെ ഈ അഗ്നിക്ക് വെളിപ്പെടുത്തുവാൻ കഴിയും. നാം പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, നിന്റെ അഗ്നിയെ എൻ്റെ മേൽ പകരണമേ. സത്യദൈവത്തെ എൻ്റെ രാജ്യത്തിൽ, എൻ്റെ ദേശത്തിൽ, എൻ്റെ പട്ടണത്തിൽ, എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തുവാൻ ഇന്ന് ഈ ഷോർട്ട് മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൽ പലരും ഇതുവരെയും ഈ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർ മനസ്സിലാക്കിയിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അവരെ സ്പർശിക്കുവാനിടയായാൽ അവരുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും കത്തി ചാമ്പലാകുവാനിടയായിത്തീരും.